കന്റോൺമെന്റ് ഹൗസിൽ മരം മുറിക്കുന്നതിനിടെ 48കാരന്റെ കൈ കുടുങ്ങി എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. രാധാകൃഷ്ണനാണ് അപകടത്തിൽപ്പെട്ടത്. മരങ്ങളുടെ ശിഖരങ്ങൾക്കിടയിൽ കൈ കുടുങ്ങുകയായിരുന്നു. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീം, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ജിയോമാർ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കും 2:30 ഇടയിലായിരുന്നു ഈ അപകടമുണ്ടായതും അതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന സാഹസികമായി ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. കന്റോൺമെന്റ് ഹൗസിൽ ഒറ്റ ശിഖരം മാത്രം ഉണ്ടായിരുന്ന വലിയ 70 അടി ഉയരത്തിലും 15 അടി നീളത്തിലുമുള്ള ഒരു ആൽമരത്തിന്റെ കൊമ്പ് മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കൊമ്പ് മുറിക്കുന്നതിനിടയിലാണ് തൊട്ടപ്പുറത്തുള്ള 135 ഇഞ്ച് വണ്ണമുള്ള ആഞ്ഞിലി മരത്തിന്റെയും ആൽമരത്തിന്റെയും ശിഖരങ്ങൾക്കിടയിൽ പുളിമൂട് സ്വദേശിയായ രാധാകൃഷ്ണന്റെ കൈ കുടുങ്ങിയത്. ഉടൻ തന്നെ ഫയർഫോഴ്സിന്റെ അംഗങ്ങൾ അവിടേക്ക് എത്തി. അതിനുശേഷം ആ മരത്തിൽ അവരുടെ ഒപ്പമുണ്ടായിരുന്ന ഏണി പൂർണ്ണമായും മരത്തിൽ കാരിവെച്ച് കയറിയിട്ടും അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം സേനാംഗങ്ങളിലായ 3 പേർ കുറച്ചുകൂടി മരത്തിന് മുകളിലേക്ക് കയറി. അതിനുശേഷം അവശനായ രാധാകൃഷ്ണനെ കയറുകൊണ്ട് വടം കൊണ്ട് കെട്ടി നിർത്തിയതിനു ശേഷം മരത്തിനോട് ചേർത്ത് നിർത്തി അപകടത്തിൽപ്പെടാതെ ഈ കൊമ്പ് മുറിച്ച് ശിഖരം മുറിച്ച് കൈ രക്ഷപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അവശനായ രാധാകൃഷ്ണനെ പിന്നീട് സുരക്ഷിതമായി താഴെ ഇറക്കുകയും ചെയ്തു. റോപ്പ് ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഒരു നെറ്റിനകത്താക്കി വലയ്ക്കുള്ളിലാക്കി ഇദ്ദേഹത്തെ താഴേക്ക് ഇറക്കിയത്. താഴേക്ക് ഇറക്കുന്നത് വരെയും പ്രതിപക്ഷ നേതാവും ഈ കാര്യങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസ് സംഘവും ഈ സ്ഥലത്തുണ്ടായിരുന്നു. വലിയ സാഹസികമായ ഒരു രക്ഷാപ്രവർത്തനമാണ് അതിമുതൽ അവസാനം വരെയും നടന്നത്. അതിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത മുഴുവൻ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിച്ച് അവരെ ഹാരവും അണിയിച്ചതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് മറ്റ് പരിപാടികളിലേക്കും പോയത്. വിജയകുമാർ, എന്തായാലും ഫയർഫോഴ്സ് എത്തി കുറച്ച് സാഹസികമായി തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരെ കന്റോൺമെന്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്ന അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.